ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആലു പാലക് മസാല ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, വലുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് വെച്ചതും കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് പാലക്കാണ്. പാലക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് വേണ്ട ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയുടെ കൂടെ തന്നെ ഞാനൊരു 1/2 സ്പൂണ് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നെയ്യും കൂടെ ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ 1/2 സ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായി കഴിയുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് 1 സ്പൂൺ ജീരകം കൂടി ഇട്ടിട്ട് നല്ലതായിട്ടത് പൊട്ടിച്ചെടുക്കാം. ഇത് ജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ്. സവാളയും കൂടെ ഇട്ട് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുന്നുണ്ട് നമുക്ക് 1 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കാം. തക്കാളിയും കൂടെ ചേർത്ത് അതും ഒന്ന് ഉടഞ്ഞ് വരത്തക്ക രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും ഉടയണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് ഇടാം. ഇത് വേവിച്ച ഉരുളൻകിഴങ്ങല്ല കേട്ടോ, നമ്മൾ പച്ചയായിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇടുകയാണ്. വേവിച്ച ഉരുളൻകിഴങ്ങ് ഇട്ടാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് വേവിച്ച ഉരുളൻകിഴങ്ങ് ഇടരുത്. ഇങ്ങനെ ഉരുളൻകിഴങ്ങ് ഇട്ട് പിന്നെ ഞാനൊരല്പം കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് വെന്തോന്നൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ച് വെക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൂടെ ചേർക്കാനുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇത് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് എരിവുള്ള മുളക് പൊടിയാണ് കുറച്ച് ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഉരുളൻകിഴങ്ങിലൊക്കെ ഈ മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടിയും കൂടെ ചേർത്ത് ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച് നമ്മൾ പാലക്കിൻ്റെ ഇല കൂടി ചേർക്കാം. നമുക്ക് പാലക്കിൻ്റെ ഇലയോ അതിനോടൊപ്പം തന്നെ ഉലുവായ ഇലയോ ഒക്കെ ചേർക്കാം കേട്ടോ. പാലക്കില്ലെങ്കിൽ ഉലുവായുടെ ഇല കിട്ടുമല്ലോ, അതൊക്കെ ചേർക്കതിൽ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം. അടച്ച് വെച്ച് ഒരു 2-3 സെക്കൻഡ് എഴുതുന്നുണ്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ഇറങ്ങി വരും. നമുക്ക് ഗ്രേവി ആയിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരല്പം വെള്ളം തളിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ആ ഇലയൊക്കെ ഒന്ന് വാടി വരത്തക്ക രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ച് വെച്ചേക്കുക. ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആലു പാലക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതെന്നാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.